പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പകൽക്കാലത്തിനായി നമുക്കെല്ലാവർക്കും കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. എത്ര പേര് ഓർക്കുന്നുണ്ട് നമ്മുടെ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച? അന്നായിരുന്ന അവസ്ഥകൾ, അന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, നമ്മളായിരുന്ന അവസ്ഥകൾ, സ്തോത്രം. എന്നാൽ ഇത്രത്തോളം യഹോവ സഹായിച്ചുവെന്ന് നിശ്ചയമായും നമുക്ക് പറയത്തക്ക അളവിൽ സ്തോത്രം, സംവത്സരങ്ങളെ നന്മയാൽ അലങ്കരിച്ചവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? സ്തോത്രം. വീണ്ടും ഈ ഒരാഴ്ചയിൽ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. അവിടുത്തെ സ്നേഹം എത്ര വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം, അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചത് എന്നതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ദാവീദിനോടുള്ള ബന്ധത്തിൽ ഈ സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ മേശ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ചില ചിന്തകളെ ഈ സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ എഴുതുമ്പോൾ പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യ രൂപത്തിലായി ദാസരൂപമെടുത്ത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട്, സ്തോത്രം, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചതുകൊണ്ട് താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സകലത്തിലും വിശുദ്ധനായിരിക്കുന്ന ഒരു കർത്താവ്, സകലത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന കർത്താവ്, സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന കർത്താവ് തന്നെ ചുരുക്കി ഈ സൃഷ്ടിയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. സ്തോത്രം. നമ്മുടെയൊക്കെ സ്ഥാനങ്ങളെ ഒന്ന് ചുരുക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി. അത് മതി. നമ്മുടെ സ്ഥാനങ്ങളെ, സ്തോത്രം, എത്ര ഡിഫിക്കൽട്ടാ അല്ലേ അത്? സ്തോത്രം. നമുക്ക് പലപ്പോഴും പറ്റാത്ത ഒന്നാണ്. എന്നോടൊക്കെ ചോദിച്ചാൽ എനിക്കത് എത്രമാത്രം പറ്റുമെന്നുള്ളത് ശരിക്കും എനിക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആ ഒരു പൊസിഷൻ, നമുക്കുള്ളതായ മാന്യത, നമുക്കുള്ളതായിരിക്കുന്ന സ്ഥാനങ്ങളെയൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണമെങ്കിൽ അതെന്തും ആകട്ടെ, എന്ത് ലാഭമോ എന്ത് നഷ്ടമോ ആകട്ടെ, പക്ഷേ എനിക്കുള്ളതൊന്ന് വിട്ടുകൊടുക്കാൻ എനിക്കുണ്ടാകുന്ന മാനസിക വിഷമം. പക്ഷേ എന്നെ നിങ്ങളെയും കണ്ടപ്പോൾ സ്തോത്രം, തനിക്കുണ്ടായിരുന്ന സകലത്തെയും വിട്ടുകൊടുക്കുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനായി തീർന്നു. അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതിലും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മളെക്കാൾ കുറച്ചുകൂടെ നന്മ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോടൊപ്പമെങ്കിലും നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കും. ഒരു പക്ഷേ ഒത്തിരി ചിന്തിച്ചാലോചിച്ച് കഴിയുമ്പോൾ സമ്മതിച്ചെന്ന് വരാം. പക്ഷേ നാശമായി കിടക്കുന്ന, നീതികേട് പ്രവർത്തിക്കുന്ന, കയ്യിലിരിപ്പൊന്നും ശരിയില്ലാത്ത,
ഈ ജനതയുടെ മധ്യത്തിലേക്ക് വന്ന് അവരാൽ അടിക്കപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 52 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ കാണുന്നു. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള തിരുവെഴുത്തുകളുടെ നിവർത്തീകരണത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദൈവപുത്രനെ ദർശിക്കുന്നതായിരിക്കട്ടെ ഇന്ന് നാം പങ്കെടുക്കുന്ന ഈ അത്താഴം, ഈ മേശ. ഹല്ലേലൂയ. സ്തോത്രം. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്, താഴ്മ ധരിക്കുവാൻ നമുക്കും കഴിയണം. കർത്താവ് പഠിപ്പിച്ച വലിയൊരു ഉപദേശമാണ് താഴ്മ എന്നുള്ളത്. പലപ്പോഴും നമുക്കൊന്നും സാധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. നമുക്ക് പല വിഷയങ്ങളിലും നമ്മളെ തന്നെ താഴ്ത്താൻ കഴിയത്തില്ല. പക്ഷേ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുക, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ തുടങ്ങിയാലെന്നല്ല പറയുന്നത്, അവൻ ഇച്ഛിച്ചാൽ. ശ്രദ്ധിക്കണം, വാക്കുകളുടെ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഒരുത്തൻ അതിന് ആഗ്രഹം തോന്നിയാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? ഉടനെ ഒറ്റയടിക്ക് പിൻപറ്റുക എന്നുള്ളതല്ല. പിൻപറ്റുന്നതിന് മുൻപേ നിൻ്റെ ആഗ്രഹത്തിൻ്റെ തുടക്കത്തിങ്കൽ നീ ആദ്യം ചെയ്യേണ്ടത്, അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചും കൂടിയാ ഡിനൈ യോർ സെൽഫ് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വേർഡാണ്. ഞാനല്ലാതായി തീർന്നുകൊണ്ടെന്നാണ് പറയുന്നത്. നീ അല്ലെന്ന് സമ്മതിക്കണം. സ്തോത്രം. നീ ആരാണ്ടൊക്കെയാണെന്നുള്ള നിൻ്റെ വിചാരങ്ങളെ അല്ലപ്പാ ഞാൻ അല്ലെന്ന് സമ്മതിക്കാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഇന്ന് നാം പങ്കാളിത്തം വഹിക്കുന്ന സ്തോത്രം ഈ മേശ എന്ന് പറയുന്നത്. ഇവിടെ പറയുക, നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. മൂന്നാമത്തെ വാക്യം, ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമ ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. നാം ഈ വായിച്ച ഭാഗത്തേക്ക് തന്നെ ഒന്ന് മടങ്ങി വന്നേ. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൽ 48 വാക്യം വായിക്കുമ്പോൾ, അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അവർക്ക് ഒരു അടയാളം കൊടുത്തിരുന്നു. പരീശന്മാരോട് ശാസ്ത്രിമാരോട് യൂദാ ചെന്ന് കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട്, സ്തോത്രം, കൂട്ടം കൂടിയിട്ട് കാണിച്ചു കൊടുക്കത്തക്കവണ്ണം അടയാളവും പറഞ്ഞൊപ്പിച്ചു വന്നിരിക്കുക. സ്തോത്രം. യേശു അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് 50 വാക്യത്തിൽ. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. 55 വാക്യത്തിലേക്ക് ഒന്ന് ഓടി വരാം, ഒന്ന് വായിച്ചാട്ടെ. എൻ്റെ പൊന്നേടാവേ, നിങ്ങൾ എന്നാത്തിന് ഒരു കള്ളനെ പിടിക്കാൻ വരുന്ന പോലെ എന്നെ പിടിക്കാൻ വരുന്നേ? ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. അവൻ എന്താ ചെയ്തേ? സ്തോത്രം. അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുകയായിരുന്നു, അവൻ മനുഷ്യർക്ക് നന്മ ചെയ്യുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പിടിക്കാൻ വന്നിരിക്കുന്നത് എങ്ങനെയാ? ഒരു കള്ളനെ പിടിക്കാൻ വന്നിരിക്കുന്നത് പോലെ. ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ച മറ്റൊരു കാര്യമാണ്, ഇതൊക്കെ കർത്താവിന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.
ഞാനാണ് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളാണ് ഏൽപ്പിച്ചു കൊടുക്കുമോ? നല്ല സുന്ദരമായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് ഒരുത്തം വരുന്നെങ്കിൽ അവൻ്റെ ട്രിക്ക് അറിഞ്ഞാൽ നമ്മൾ പതുക്കെ അതിൽ നിന്ന് സ്കൂട്ടാവത്തല്ലേ ഉള്ളൂ, എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ആകത്തല്ലേ ഉള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, പക്ഷേ ന്യായപ്രമാണത്തിനൊരു നിവൃത്തി ഉണ്ടാകണം. സ്തോത്രം. അവിടെ പറയുന്നത് എങ്ങനെയാ? സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലയെ തകർക്കും. സ്തോത്രം. നമുക്ക് നഷ്ടപ്പെട്ടുപോയ രക്ഷ, നമുക്ക് നഷ്ടപ്പെട്ടുപോയ തേജസ്, നമുക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആദി പിതാവായിരിക്കുന്ന ആദാം ചെയ്ത പാപമുഖാന്തരം നമ്മിൽ നിന്ന് നീങ്ങിപ്പോയ ദൈവ തേജസ്സിനെ മടക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ മേൽ കനിവ് തോന്നി നമ്മെ സ്നേഹിച്ചു. എല്ലാം അറിഞ്ഞും തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്, അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഇത് വളരെ സന്തോഷത്തോടെ പങ്കെടുക്കണമെന്ന്. നിശ്ചയമായും ഇത് സന്തോഷത്തോടെ പങ്കെടുക്കണം. എന്നാൽ അതേസമയം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ ഓർക്കാതെ, സ്തോത്രം, ഇതിനെക്കുറിച്ചൊന്നും ധ്യാനിക്കാതെ, സ്തോത്രം, നമ്മളിതിൽ പങ്കെടുക്കുന്നത് അത് ഉചിതമല്ലാത്ത അനുചിതമായ ഒരു രീതിയായിരിക്കുമെന്നുള്ളത് പറയാതെ തരമില്ല. കണ്ട രീതിയിലെല്ലാം ജീവിച്ചിട്ട് ഇഷ്ടം പോലെ വാഴ്ന്നിട്ട്, സ്തോത്രം, അവസാനം വന്ന് കർത്താവിനെ പറ്റിക്കുന്ന രീതിയിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ രീതികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനൊരു അന്ത്യം കുറിക്കണം. അവൻ സകലവും അറിയുന്നവനായി തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതിന് നാം അവനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനമായിരിക്കണം. നാം ഇന്ന് പാടിയതുപോലെ, അപ്പാ അങ്ങനെ സ്നേഹിച്ചു, ഇനി ഞാൻ പാപത്തെ സ്നേഹിക്കാൻ പോകത്തില്ല. അപ്പാ അങ്ങനെ സ്നേഹിച്ചു, ഇനി ഞാൻ ലോകത്തെ സ്നേഹിക്കാൻ പോകത്തില്ല. അപ്പാ എൻ്റെ ഭാഗ്യം എന്താണെന്ന് അങ്ങ് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ ഭാഗ്യം എന്തുവാ? നിത്യതയിൽ എൻ്റെ കർത്താവിനോടുകൂടെ. ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത ഭാഗ്യം, ആർക്കും നഷ്ടപ്പെടുത്തി കളയുവാൻ കഴിയാത്ത ഭാഗ്യം. ആ ഭാഗ്യം ഞാൻ കണ്ടതുകൊണ്ട് ഈ ലോകം ഞാൻ ത്യജിപ്പാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ആ ഭാഗ്യം കണ്ടവരായി ഇന്ന് പകൽക്കാലം ഈ മേശയെങ്കിൽ നാം ഭാഗവാക്കുകളായി തീരുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഇതിനോടടുത്തു വരുവാൻ തടസ്സമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇനിയും ക്ഷമിക്കപ്പെടാത്തതായി നിലനിൽക്കുന്നെങ്കിൽ, ഒരു വാക്കിലുള്ള ക്ഷമാപണമല്ല, ആത്മാർത്ഥമായ റിപ്പൻഡൻസ്, ആത്മാർത്ഥമായ മനസ്താപവും മാനസാന്തരത്തിൽ നിന്നും ഉളവാകുന്ന ഒരു ക്ഷമാപണം ദൈവത്തോട് നടത്തിയിട്ട്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. പ്രിയ പിതാവേ, മനോഹരമായി നല്ല വിശുദ്ധ പകൽക്കാലം, ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ച ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ തന്ന മഹാകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാഗ്യമാ അങ്ങ് ഞങ്ങളുടെ ദൈവമായി തീർന്നത്. ഞങ്ങളുടെ ഭാഗ്യമാ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത്. ഹല്ലേലൂയ. അത് ഞങ്ങൾ ഓർക്കുന്നു. പലപ്പോഴും കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചിട്ടും ആത്മാർത്ഥമായി അങ്ങേ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജഡത്തെ സ്നേഹിച്ചു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഒത്ത രീതിയിൽ ജീവിച്ചു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോഹം ഞങ്ങളെക്കുറിച്ചുള്ള മഹാസ്നേഹം നിമിത്തം
പാപികളും അധർമ്മികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ അവിടുത്തെ ക്രൂശിലെ മരണത്താൽ വിലയ്ക്ക് വാങ്ങി അവിടുത്തെ കുഞ്ഞുങ്ങളാക്കി തീർത്തു. ഞങ്ങൾ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന ഭാഗ്യം, ആ നിത്യ സ്നേഹം ഞങ്ങൾ ഒരിക്കലും വൃഥാവാക്കി കളയുവാനിടയാകാതെ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ വന്ന കുറവുകളെ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കുന്നു. ഏതെങ്കിലും കുറവ് വശങ്ങളപ്പാ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓർക്കാതെയോ മാനസാന്തരപ്പെടാതെയോ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് അത് അറിയുന്നു. ഞങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ അവിടുന്ന് സർവശക്തനായിരിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളിതിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇത് ഞങ്ങൾക്ക് ശാപകാരണമായി തീരുവാൻ ഇടയാകാതെ വണ്ണം കർത്താവേ, സകല ശാപഹേതുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഷ്ചര്യകളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ക്ഷമ ചോദിച്ച് സൽപ്രവൃത്തികൾ ഉത്സാഹമുള്ളവരായി ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ആത്മാർത്ഥമായ മാനസാന്തരം അവിടുന്ന് കാണുന്നുകൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന്